ഓം ശാന്തി. 24/8/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് സംഗമത്തിൽ സ്മൃതികൾ തരികയാണ്. ഈ സ്മൃതികളെ സ്മരിക്കൂ, എങ്കിൽ സദാ ഹർഷിതമായിരിക്കും. ബാബ ഈ സംഗമയുഗത്തിൽ വന്ന് നമ്മൾക്ക് പുതുതായി ഒന്നും പഠിപ്പിച്ചു തരികയല്ല. എന്താണോ കഴിഞ്ഞു പോയത് അത് ഓർമ്മിപ്പിച്ചു തരികയാണ്. ആരാണോ ഈ ഓർമ്മ പുതുക്കുന്നതിൽ നന്നായി വിജയിക്കുന്നത് അവർക്ക് സദാ സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നു. കാരണം എന്താണോ ഉള്ളിലുള്ളത് അതിനെ നാം പുറത്തെടുക്കുകയാണ്. എന്താണോ സ്വന്തമായിട്ടുള്ളത് അത് നാം ഓർമ്മിച്ചെടുക്കുകയാണ്. സ്വന്തമായിട്ടുള്ളത് ഓർമ്മിച്ചെടുക്കുക എന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ സ്വന്തമായിട്ടില്ല അത് ഓർമ്മിച്ചെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുള്ളതാണ്. അതിനാൽ ബാബ പറയുന്നു, ഈ സംഗമയുഗത്തിൽ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം ഓർമ്മിച്ചെടുക്കണം. അതായത് നമ്മൾ സത്യയുഗത്തിലെ ആത്മാക്കളാണ്. നാം മുഴുവൻ കൽപ്പത്തിലെയും ഏറ്റവും ഉയർന്ന ആത്മാക്കളാണ്. ഇതെല്ലാം നാം ഓർമ്മിച്ച് ഇരിക്കുന്നതിലൂടെ നാം ഹർഷിതമായി ഇരിക്കും. ചോദ്യം: സദാ ഭാരരഹിതമായിരിക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഏതു മാർഗം സ്വന്തമാക്കുന്നതിലൂടെ സന്തോഷത്തിലിരിക്കാൻ സാധിക്കും? ഉത്തരം: സദാ ഭാരരഹിതരായിരിക്കുന്നതിന് ഈ ജന്മത്തിൽ എന്തെല്ലാം പാപമുണ്ടായിട്ടുണ്ടോ അതെല്ലാം അവിനാശി ഡോക്ടറിന് മുന്നിൽ വയ്ക്കണം. ബാക്കി ഓരോ ജന്മത്തിലെയും പാപം തലയിലുണ്ട്. അതിനായി ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ഓർമ്മയിലൂടെയാണ് പാപം നശിക്കുന്നത്. പിന്നെ സന്തോഷത്തിലും ഇരിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവ് സതോപ്രധാനമായി തീരും. നമ്മൾ ആത്മാവിൽ പാപം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഭാരമുള്ള ഒരു സ്ഥിതി തോന്നുന്നത്. അതിനായി ബാബ പറയുന്നു, ഈ ജന്മത്തിൽ നാം എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾക്ക് ഓർമ്മയിലുണ്ട്. അവ ഓർമ്മയിൽ നിന്നും ആത്മാവിൽ നിന്നും തന്നെ മാറ്റുന്നതിന് ബാബയുടെ മുന്നിൽ വയ്ക്കണം. ബാബ അവിനാശി സർജനാണ്. ബാബയ്ക്ക് മാത്രമേ എല്ലാത്തിൻ്റെയും മറുമരുന്ന് ഉള്ളൂ. അതിനാൽ ബാബയോട് എല്ലാം സത്യമായി പറയണം. ഒരിക്കലും ബാബയ്ക്കെല്ലാം അറിയാമല്ലോ, നാം പിന്നെന്തിനു പറയണം എന്ന് ചിന്തിക്കരുത്. തീർച്ചയായും ബാബയ്ക്കെല്ലാം അറിയാം. എന്നിരുന്നാലും നമ്മുടെ വായിൽ നിന്ന് അത് പറയുന്നതിലൂടെ, അത് നമ്മൾ ബാബയോട് കൃത്യമായി വ്യക്തമായി പറയുന്നതിലൂടെ അതിൻ്റെ ഭാരം നമ്മളിൽ നിന്ന് മാറുകയാണ്. അതിനാൽ ഈ ജന്മത്തിലെ പാപങ്ങൾ എല്ലാം ബാബയുടെ മുന്നിൽ വയ്ക്കണം. രണ്ടാമത്തേത്, കഴിഞ്ഞ ജന്മങ്ങളിലെ പാപം തീർക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും നാം ശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. പാപം നശിക്കുന്നു. എത്ര പാപം നശിക്കുന്നുവോ അത്രയും സന്തോഷമുണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ഓർമ്മയിലൂടെയാണ് ആത്മാവ് സതോപ്രധാനമാകുന്നത്. അതായത് ആത്മാവ് ഉയർന്ന സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നു. ആത്മാവ് ഏറ്റവും ആദ്യം ഈ സൃഷ്ടി നാടകത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്ഥിതിയിലായിരുന്നു, സതോപ്രധാന സ്ഥിതിയിലായിരുന്നു. എന്നാൽ ഈ ചക്രത്തിൽ വന്ന് ഓരോ ജന്മങ്ങൾ എടുത്തെടുത്ത് തൻ്റെ യാഥാർത്ഥ്യത്തെ നാം മറന്നു. എന്നിട്ട് ശരീരബോധത്തിന് അടിമപ്പെട്ടു തമോപ്രധാനമായി തീർന്നു. ഈ തമോപ്രധാന സ്ഥിതിയിൽ നിന്ന് സതോപ്രധാനമാകുന്നതിന് നാം ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. നാം തീർച്ചയായും ഏതുപോലെ വന്നുവോ അതുപോലെ ആയിത്തീരണം. ഇത് നമ്മളുടെ തിരിച്ചുള്ള പോക്കാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ നല്ല രീതിയിൽ അറിഞ്ഞ് സ്മൃതിയിൽ വെച്ച് മറ്റുള്ളവർക്കും സ്മൃതി നൽകണം.
ജ്ഞാന അഞ്ജനം നൽകി അജ്ഞാന അന്ധകാരത്തെ ദൂരെയാക്കണം. 2. ബ്രഹ്മബാബയ്ക്ക് സമാനം ബലിയർപ്പണമാകുന്നതിന് പൂർണ്ണമായും ഫോളോ ചെയ്യണം. ശരീരം ഉൾപ്പെടെ എല്ലാം തീരേണ്ടതാണ്. ഇതിനു മുന്നേ തന്നെ ജീവിച്ചിരിക്കെ മരിക്കണം. അതായത് അന്തിമ സമയത്ത് ഒന്നും തന്നെ ഓർമ്മ വരരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ നാടകത്തെ മൊത്തത്തിൽ സ്മൃതിയിൽ വയ്ക്കണം. ഇതിന്റെ തുടക്കം എങ്ങനെയിരുന്നു, മധ്യത്തിൽ എന്ത് സംഭവിച്ചു, ഒടുക്കം എന്തായി, ഇപ്പോഴെന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം സ്മൃതിയിൽ വയ്ക്കണം. മറ്റുള്ളവർക്കും ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഈ ജ്ഞാനത്തിൻ്റെ അഞ്ജനം കണ്ണുകളിൽ എഴുതുമ്പോൾ അന്ധകാരം ദൂരെയാകുന്നു. അതിനാൽ ഈ ജ്ഞാനം നന്നായി മനസ്സിലാക്കിയെടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബ്രഹ്മബാബയെ പോലെ എല്ലാ കാര്യങ്ങളിലും സമർപ്പണമാകുന്നതിന് ബാബയെ പിന്തുടരണം. ശരീരം ഉൾപ്പെടെ എല്ലാം നശിക്കാനുള്ളതാണ്. ധനം, സമ്പത്ത്, സാമഗ്രികൾ എല്ലാം. ഇതിനു മുന്നേ തന്നെ ജീവിച്ചിരിക്കെ മരിക്കണം. അതായത് ആ ജന്മത്തിൽ നിന്ന് മരിച്ച് നാം ബ്രാഹ്മണ ജീവിതം തുടങ്ങണം, ബ്രാഹ്മണ ജന്മം എടുക്കണം. ഇതിലൂടെ അന്തിമ സമയത്ത് ഒന്നും തന്നെ ഓർമ്മ വരില്ല. വരദാനം: വിശേഷതയുടെ സംസ്കാരത്തെ നാച്ചുറൽ നേച്ചറാക്കുന്ന, സാധാരണത സമാപ്തമാക്കുന്ന മർജീവയായി ഭവിക്കട്ടെ. എന്ത് നേച്ചറാണോ, അതായത് സ്വഭാവത്തിലുണ്ടോ, അത് സ്വാഭാവികമായും പ്രവൃത്തിയിൽ വരുന്നു. ചിന്തിച്ച് ആയി ചെയ്യേണ്ടി വരുന്നില്ല, സ്വാഭാവികമായും സംഭവിക്കുന്നു. ഇതുപോലെ മർജീവ ജന്മധാരി ബ്രാഹ്മണരുടെ നേച്ചർ തന്നെയാണ് വിശേഷാത്മാവിൻ്റെ വിശേഷതയുടെ. ഈ വിശേഷ സംസ്കാരം നാച്ചുറൽ നേച്ചറായി തീരട്ടെ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് വരണം, ഇത് തന്നെയാണ് എൻ്റെയും നേച്ചർ. സാധാരണതയെ കഴിഞ്ഞ സമയത്തെ നേച്ചറാണ്, ഇപ്പോഴത്തേതല്ല. എന്തുകൊണ്ടെന്നാൽ പുതിയ ജന്മം എടുത്തിരിക്കുകയാണ്. ഈ പുതിയ ജന്മത്തിൻ്റെ നേച്ചർ വിശേഷതയാണ്, സാധാരണതയല്ല. നാം ബ്രാഹ്മണാത്മാക്കളാണ്, ബാബയുടെ കുട്ടികളാണ്. ഈ ജന്മത്തിൽ എല്ലാം വിശേഷത നിറഞ്ഞതാണ്, സാധാരണമായ ജീവിതമല്ല. ഈ വിശേഷത നിറഞ്ഞ ജീവിതം മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും അവരുടെ വിശേഷത ഓർമ്മ വരുന്നു. ഇപ്രകാരം സാധാരണതയെ മാറ്റി വിശേഷതയെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ നാം പുതിയ ജന്മത്തിൻ്റെ നേച്ചർ സ്വന്തമാക്കുകയാണ്. സ്ലോഗൻ: റോയൽ എന്നാൽ ആര് സദാ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് കളിക്കുന്നുവോ, കല്ലുകൾ കൊണ്ടല്ല, അവരാണ്. കല്ലുകൾ എന്നാൽ അവഗുണങ്ങളാണ്, വികാരങ്ങളാണ്, ദുഃഖം തരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആര് ഇവയൊന്നും കൊണ്ടല്ല സദാ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് കളിക്കുന്നത്, അവരെയാണ് റോയൽ അല്ലെങ്കിൽ രാജകീയം എന്ന് പറയുന്നത്. ഓം ശാന്തി.